കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 12-ാം സർഗത്തിലെ 43-ാമത്തെ ശ്ലോകം ചെയ്തിട്ടാണ് നിർത്തിയത്. അതായത് മാതലി, അതായത് ഇന്ദ്രൻ അയച്ച തേരാളിയാണല്ലോ, ഇന്ദ്രൻ്റെ തേരാളി മാതലി യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രാമൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് ആകാശത്തിൽ കൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി നമുക്ക് 44-ഉം 45-ഉം ചെയ്യാം. തതോ ഹൃഷ്ടമനാരാമോ ലക്ഷ്മണം ചേതമബ്രവീദ് വിഭീഷണായ മേ ലങ്കാരാജ്യം ദത്തം പുരൈവഹീം ഇദാനീമഭിഗത്വാ തം ലങ്കാമധ്യേ വിഭീഷണം അഭിഷേചയ വിപ്രൈശ്ച മന്ത്രവദ്വിധിപൂർവകം. തഥാ അതിനുശേഷം ഹൃഷ്ടമനാരാമ, വളരെ സന്തോഷിച്ച ഹൃദയത്തോടു കൂടിയ രാമൻ ലക്ഷ്മണനോട് ഇതിനെ അബ്രവീദ്, ലക്ഷ്മണനോട് പറഞ്ഞു. ലങ്കാരാജ്യം, ലങ്ക എന്നു പേരായ ഈ രാജ്യം പുരാ ഏവ, മുമ്പ് തന്നെ വിഭീഷണനായെ കൊണ്ട് മേ ഞാൻ കൊടുത്തു. അന്ന് തന്നെ ആ ശരണാഗതി അടഞ്ഞു വന്നപ്പോൾ തന്നെ ദത്തം ഹി ദാനം കൊടുത്തുവല്ലോ. ഇദാനീം അഭി, ഇപ്പോൾ തന്നെ ഗത്വ പോയിട്ട് ലങ്കയുടെ മധ്യത്തിൽ വെച്ച്, പിന്നെ അന്ന് വാക്കൊണ്ട് പറഞ്ഞു വിഭീഷണ രാജാവാക്കാമെന്നേ. ഇപ്പോൾ ശരിക്കന്നെ അത് ഒഫീഷ്യലാക്കാനായിട്ട് ബ്രാഹ്മണരോട് കൂടി മന്ത്രവിധി പ്രകാരം വിഭീഷണനെ ത്വം അഭിഷേചയ, നീയെ പോയിട്ട് അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു. വിഭീഷണ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ലക്ഷ്മണോട് പറഞ്ഞു. അതായത് വളരെ സന്തോഷമായി രാമന്. രാവണനെ വധിച്ചു, സീത തിരിച്ചു കിട്ടി. അങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞു, ഹേ ലക്ഷ്മണ, മുമ്പ് തന്നെ ഞാൻ ലങ്കാരാജ്യത്തെ വിഭീഷണന് കൊടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ, നിനക്കറിയാലോ. നീ ഇപ്പം തന്നെ ലങ്കയിൽ ചെന്ന് അവിടുത്തെ രാജ്യത്തെ പൗരന്മാരുടെ മുമ്പിൽ വെച്ച് ബ്രാഹ്മണരോടുകൂടി അല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരം വേണ്ട പോലെ കർമ്മങ്ങളൊക്കെ നടത്തി വിഭീഷണനെ അഭിഷേകം ചെയ്തോളൂ പോയിട്ട് പറഞ്ഞു. അഭിഷേകം ചെയ്യാൻ പറഞ്ഞു വിഭീഷണനെ ലങ്കാരാജ്യത്തിൻ്റെ രാജാവായിട്ട്. 44-ഉം 45-ഉം. തതോ ഹൃഷ്ടമനാ രാമോ ലക്ഷ്മണം ചേതമബ്രവീദ് വിഭീഷണായ മേ ലങ്കാരാജ്യം ദത്തം പുരൈവഹി ഇദാനീമഭിഗത്വാ തം ലങ്കാമധ്യേ വിഭീഷണം അഭിഷേചയ വിപ്രൈശ്ച മന്ത്രവദ് വിധിപൂർവകം. ഇനി 46-ഉം 47-ഉം. ഇത്യുക്തോ ലക്ഷ്മണസ്തൂർണം ജഗാമസഃ വാനരൈ ലങ്കാം സുവർണകലശൈ സമുദ്രജലസംയുതൈ അഭിഷേകം ശുഭം ചക്രേ രാക്ഷസേന്ദ്രസ്യ ധീമത. ഇതി ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട ലക്ഷ്മണൻ വാനരൈഹി സഹ, വാനന്മാരോട് കൂടി, തൂർണം ചൽ വേഗം, സമുദ്രജല സംയുതൈ സുവർണകലശൈ, സമുദ്രജലമൊക്കെ നിറച്ച സ്വർണ്ണക്കലശങ്ങളൊക്കെ എടുത്ത്, ധീമത രാക്ഷസേന്ദ്രസ്യ, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഈ വിഭീഷണൻ്റെ ശുഭം അഭിഷേകം, വളരെ ശുഭമംഗളമായിട്ടുള്ള അഭിഷേകത്തെ ചെയ്തു. അതായത് ലക്ഷ്മണൻ, ശ്രീരാമൻ പറഞ്ഞ പോലെ ലക്ഷ്മണൻ ഉടനെ തന്നെ വാനന്മാരോടുകൂടി ലങ്കയിൽ പോയി സമുദ്രജലം നിറച്ചു കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണ കുംഭങ്ങൾ കൊണ്ട് ബുദ്ധിശാലിയായിട്ടുള്ള വിഭീഷണൻ്റെ അഭിഷേകം നടത്തി. ഇത്യുക്തോ ലക്ഷ്മണസ്തൂർണം ജഗാമസഃ വാനരൈ ലങ്കാം സുവർണകലശൈ സമുദ്രജലസംയുതൈ അഭിഷേകം ശുഭം ചക്രേ രാക്ഷസേന്ദ്രസ്യ ധീമതഃ. 48. തതഃ പൗരജനൈഃ സാർദ്ധം നാനോപായനപാണിഭിः വിഭീഷണ സൗമിത്രിരുപായന പുരസ്കൃത ദണ്ഡപ്രണാമമകരോദ് രാമസ്യാക്ലിഷ്ടകർമ്മണ. തഥാ, അതിനുശേഷം സൗമിത്രി, ലക്ഷ്മണനോടുകൂടിയ വിഭീഷണൻ ഉപായനത്തെ പുരസ്കരിച്ചിട്ട്, അതായത് അഭിഷേകം രാജാവായിട്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്വീകരിച്ചിട്ട്
നാനോപായന പാണിഭി പലതരത്തിലുള്ള ഉപഹാരങ്ങളെ കയ്യിലെടുത്ത് പൗരജനൈഹി സാർത്ഥം, അതായത് ലങ്കയിലത്തെ പൗരന്മാരോട് കൂടി അക്ലിഷ്ടകർമ്മേണ ക്ലേശമില്ലാത്ത കർമ്മങ്ങൾ നടത്തുന്ന രാമന് ദണ്ഡപ്രണാമം അകരോത്, നമസ്കാരം ചെയ്തു. അതായത് അഭിഷേകം കഴിഞ്ഞ ഉടനെ ലക്ഷ്മണനോട് കൂടിയിട്ട് വിഭീഷണൻ ധാരാളം സാധനങ്ങളെ ശ്രീരാമന് കാഴ്ചവെക്കാൻ ഒരുപാട് നല്ല സാധനങ്ങളും ഒക്കെ കയ്യിലെടുത്തിട്ട് ലങ്കയിലത്തെ പൗരന്മാരോടും കൂടി ചേർന്ന് ഏത് കർമ്മത്തെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രയാസമില്ലാതെ നടത്തുവാൻ കഴിവുള്ള രാമൻ്റെ പാദാരവിന്ദങ്ങളിൽ, അതായത് രാവണനെ വധിക്കലൊന്നും ഒരു എളുപ്പമുള്ള കാര്യമല്ല, അതൊക്കെ എത്ര നിഷ്പ്രയാസം സാധിച്ചു. അങ്ങനെയുള്ള രാമൻ്റെ ചരണാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു സുഗ്രീവനും ബാക്കി രാക്ഷസപ്രമുഖന്മാരും ലങ്കാനിവാസികളും എല്ലാം കൂടി വന്നിട്ട്. തഥ പൗരജനീഹി, പൗരജനങ്ങളെ കൂട്ടിയിട്ടാണ് സാർത്ഥം നാനോപായന പാണിഭി, ധാരാളം ഉപായനം ചെയ്യുക, ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ. വിഭീഷണ സൗമിത്രിരുപായന പുരസ്കൃത ദണ്ഡപ്രണാമകരോത്, ദണ്ഡപ്രണാമം ചെയ്തു എന്ന്. രാമസ്യാക്ലിഷ്ടകർമ്മണ, രാമനായിക്കൊണ്ട്. എങ്ങനത്തെ രാമൻ? എല്ലാം നിഷ്പ്രയാസം ചെയ്യുന്നു. അക്ലിഷ്ടകർമ്മണ അല്ലേ, ക്ലിഷ്ടം വെച്ചാൽ ബുദ്ധിമുട്ടെന്നാണ്. അക്ലിഷ്ടമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന രാമനെ നമസ്കരിച്ചു. രാമോ വിഭീഷണം ദൃഷ്ട്വാ പ്രാപ്തരാജ്യം മുദാന്വിത കൃതകൃത്യമിവ ആത്മാനമമന്യത സഹാനുജ. പ്രാപ്തരാജ്യം, അതായത് രാജ്യം ലഭിച്ച വിഭീഷണനെ ദർശിച്ചിട്ട് മുദാന്വിത രാമനും വളരെ സന്തോഷമായി. സഹാനുജ, അതായത് ലക്ഷ്മണനോട് കൂടിയിട്ട് ആത്മാവിനെ കൃതകൃത്യം ഇവ ചെയ്യപ്പെട്ട കൃത്യത്തോടു കൂടിയവരെന്ന പോലെ അമന്യത വിചാരിച്ചു. എന്താ പറഞ്ഞാൽ, ഇങ്ങനെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട വിഭീഷണനെ കണ്ടിട്ട് രാമൻ സന്തോഷിച്ചിട്ട് ലക്ഷ്മണനോട് കൂടി ചെയ്യേണ്ടതായ കർമ്മത്തൊക്കെ ചെയ്തു തീർത്തു എന്നൊരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു സമാധാനത്തോടെ, അങ്ങനെ എനിക്കിതാണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് ശരണാഗതി അടഞ്ഞു വന്ന് എന്നെ സഹായിച്ച ആളാണ്, അയാൾക്ക് ഞാൻ വേണ്ടത് ചെയ്തു എന്നുള്ള കൃതകൃത്യത ഭാവത്തോടു കൂടി. വാസ്തവത്തിൽ അതായത് ഭഗവാന് ശരിക്കും പറയാച്ചാൽ ഭഗവാൻ ഇതൊക്കെ നടിക്കുകയാണല്ലോ. ഭഗവാൻ ഇതിനൊക്കെ അതീതനല്ലേ, നിത്യതൃപ്തനും ആത്മാരാമനും നിഷ്ക്രിയനുമായിട്ടുള്ള രാമന് ശരിക്കും പറയാച്ചാൽ സാധിക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല. ആത്മാരാമനാണ്, നിത്യതൃപ്തനാണ്, നിഷ്ക്രിയനാണ്, പരമാത്മാവല്ലേ. ആ രാമന് സാധിക്കേണ്ടതായിട്ട് എനിക്കൊരു കാര്യമില്ല, യാതൊരു കർമ്മം ചെയ്യേണ്ടതായിട്ടുമില്ല. എങ്കിലും മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മനുഷ്യരീതിയെ അഭിനയിച്ചു എന്ന് കാണിക്കാനാണ് കൃതകൃത്യം ഇവ എന്ന് പറഞ്ഞത്. അതായത് അതിൽ നല്ല സന്തോഷമായി വിഭീഷണ രാജാവാക്കി വാഴിക്കാൻ സാധിച്ചു എന്നുള്ള കൃതകൃത്യത അനുഭവപ്പെട്ട പോലെ നടിച്ചു എന്ന് പറയാണ്. രാമൻ മനുഷ്യനായി ജനിച്ചുകൊണ്ട് മനുഷ്യനെ പോലെ പെരുമാറുക, അത്രയേ ഉള്ളൂ. രാമോ വിഭീഷണം ദൃഷ്ട്വാ പ്രാപ്തരാജ്യം മുദാന്വിത കൃതകൃത്യമിവ ആത്മാനം അമന്യത സഹാനുജ. സുഗ്രീവം ച സമാലിംഗ്യ രാമോ വാക്യമഥാബ്രവീദ് സഹായേന ത്വയാ വീരാജിതോ മേ രാവണോ മഹാൻ വിഭീഷണോപി ലങ്കായാം അഭിഷിക്തോ മയാനഘ. സുഗ്രീവനെയും സമാലിംഗ്യ, നന്നായിട്ട് ആലിംഗനം ചെയ്തിട്ട് രാമൻ വാക്യം അനന്തരം വാക്യത്തെ അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. സുഗ്രീവനെയും ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, വീരാഹേ പരാക്രമശാലിയായിട്ടുള്ള സുഗ്രീവ, സഹായേന ത്വയ, അങ്ങയുടെ സഹായം കൊണ്ട് മയ എന്നാൽ മഹാനായ രാവണൻ ജയിക്കപ്പെട്ടു. അങ്ങയുടെ സഹായത്തോടു കൂട്ടാണ് ഞാൻ രാവണനെ ജയിച്ചത്. അനഘ, പാപമില്ലാത്തവനെ, പാപരഹിത, മയ എന്നാൽ ലങ്കയിൽ വിഭീഷണനും അഭിഷിക്ത. അതായത് സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവൻ്റെയും ബാക്കി വാനന്മാരെ സഹായത്തോടു കൂട്ടാണ് ഞാൻ രാവണനെ ജയിച്ചത്. എന്നിട്ട് വിഭീഷണനെ അവിടെ രാജാവാക്കി വാഴിക്കാൻ സാധിച്ചതും ഒക്കെ നിങ്ങളുടെ സഹായം കൊണ്ടാണെന്ന്. അതായത് മനുഷ്യ സ്വഭാവം അനുസരിച്ചിട്ട് വളരെ നല്ല താൻ ചെയ്യലൊക്കെ ചെയ്തു എന്ന് പിന്നെ വിചാരിക്കുന്ന ഈ രാമൻ, അതായത് ഉത്തമമായിട്ടുള്ളൊരു മഹാരാജാവിനെ ഇങ്ങനത്തെ സൽക്കർമ്മത്തിലൊക്കെ സഹായിക്കുന്നവരോടൊക്കെ അവരോടൊക്കെ താങ്ക്സ് പറയണമല്ലോ. അതുകൊണ്ടാണ് ശ്രീരാമൻ സുഗ്രീവനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് പറഞ്ഞത്. എന്താണ്?
അതായത് അങ്ങയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാൻ പരാക്രമിയായിട്ടുള്ള ഈ രാവണനെ ജയിച്ചത്. വിഭീഷണനെ ലങ്കൻ രാജാവായി അഭിഷേകം ചെയ്യാൻ സാധിച്ചതും അങ്ങയുടെ സഹായം കൊണ്ടാണ് എന്ന്. അതായത് ഇങ്ങനെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മൾ അതിന് കൃതജ്ഞത കാണിക്കണം. എപ്പോഴും നല്ല നന്ദി ഉണ്ടായിരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് ഭഗവാന്റെ ആക്ഷൻ കൊണ്ട് നമുക്ക് ഭഗവാൻ ഒരു ഉത്തമ ഉദാഹരണം അവനവനെ ആക്കിയിട്ട് കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ ഭഗവാന് സാധിക്കാനായിട്ടല്ല എങ്കിലും ഭഗവാൻ സുഗ്രീവൻ്റെ സഹായം കൂടിയും എടുത്തിട്ടാണ് രാവണനെ ജയിച്ചതെന്ന് വരുത്തി തീർത്തു. അങ്ങനെ ഇവരുടെ സഹായമൊക്കെ മേടിച്ചു, എന്നിട്ട് രാവണനെ ജയിച്ചു. അപ്പോൾ അവരോട് താങ്ക്സ് പറയാം. അങ്ങനെയാണല്ലോ വേണ്ടത്. അതായത് ഒരു രാജാവ് എങ്ങനെയൊക്കെ ഏതൊക്കെ വിധം പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനും കൂടിയാണ് എന്ന് പറയാണ്. എന്നും കൂടി ഇതിൽ വ്യാസൻ അങ്ങനെ കാണിക്കാൻ കാരണം, അല്ലെങ്കിൽ വാൽമീകി സുഗ്രീവം വെച്ചാൽ മര്യാദ പുരുഷോത്തമനാണല്ലോ. ഒരു നല്ല മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ള എല്ലാം രാമൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞിട്ട് വിഭീഷണനെ വേണമെങ്കിൽ രാജാവാക്കാം, പക്ഷേ ഈ നന്ദി പറയുക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ അതൊക്കെ ഭഗവാന്റെ ആ വളരെ ഏറ്റവും ധർമ്മത്തിന് ഒരു കടുക് മണി പോലും പിഴയ്ക്കാതുള്ള ആ പെരുമാറ്റം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത് ഐഡിയലിന്ന്. സുഗ്രീവം ച സമാലിംഗ്യ രാമോ വാക്യമഥബ്രവീ സഹായേന ത്വയാ വീരാജിതോ മേ രാവണോ മഹാൻ വിഭീഷണോപി ലങ്കായാം അഭിഷിക്തോ മയാനഖ. രാമൻ ഇപ്പം ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്നുമില്ല അല്ലേ. പക്ഷെ രാമൻ എങ്ങനെയാണ് ഒരു ശരിക്കുള്ളൊരു രാജാവ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. തതപ്രാഹ ഹനുമന്തം പാർശ്വസ്ഥം വിനയാന്വിതം വിഭീഷണസ്യാനുമതോ ഗച്ഛത്വം രാവണാലയം ജാനക്യൈ സർവമാഖ്യാഹി രാവണസ്യ വധാധികം ജാനക്യാ പ്രതിവാക്യം മേ ശീഘ്രമേവ നിവേദയ. അപ്പം ഇതിലെന്താ പറയണേ? അതിനുശേഷം വിനയാന്വിതം വിനയത്തോടുകൂടിയവനും പാർശ്വസ്ഥം അടുത്തു നിൽക്കുന്നവനുമായ ഹനുമാനോട് പ്രാഹ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് സുഗ്രീവനോട് ഹനുമാനോട് പറഞ്ഞു. ത്വം ഹേ ഹനുമാനെ നീയെ വിഭീഷണൻ്റെ അനുമതിയോടുകൂടി, അതായത് സമ്മതത്തോടുകൂടി രാവണാലയം ഗച്ഛ, രാവണൻ്റെ രാജധാനിയിലേക്ക് പോയാലും രാവണൻ്റെ വധാധികം സർവം, വധം മുതലായ സർവത്തെയും ജാനകി, എന്നിട്ട് ജാനകിയോട് പറയണം, ആഖ്യാഹി പറഞ്ഞാലും വിസ്തരിച്ച് രാവണനെ വധിച്ച കാര്യം ജാനകിയുടെ പ്രതിവാക്യം. ജാനകി അപ്പം എന്താ അങ്ങോട്ട് പറയണമെന്ന് വെച്ചാൽ അത് ശീഘ്രം വേഗം വന്ന് മേ നിവേദയ, എന്നെ അറിയിച്ചാലും. എന്താ പറഞ്ഞാൽ വെച്ചാൽ സുഗ്രീവൻ്റെ ഒരു സന്തോഷമൊക്കെ സുഗ്രീവനോട് ശ്രീരാമൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം അടുത്ത് വിനയാന്വിതനായിട്ട് അടുത്ത് നിൽക്കുന്ന ഹനുമാനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? ഹേ ഹനുമാനെ, നീയെ വിഭീഷണൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് ലങ്കയിൽ പോയിട്ട് രാവണവധം നമ്മൾ ചെയ്തതിനും എല്ലാം വിസ്തരിച്ച് സീതയോട് പറഞ്ഞ് സീതയുടെ മറുപടി എന്താണെന്ന് വേഗം വന്ന് എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞു. സീതയോട് രാവണനെ കൊന്ന കാര്യവും വിസ്തരിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പം സീത എന്താ പറയണേ അതെന്നോട് വന്ന് പറയാൻ പറഞ്ഞു. തതപ്രാഹ ഹനുമന്തം പാർശ്വസ്ഥം വിനയാന്വിതം വിഭീഷണസ്യാനുമതോ ഗച്ഛത്വം രാവണാലയം ജാനക്യൈ സർവമാഖ്യാഹി രാവണസ്യ വധാധികം ജാനക്യാ പ്രതിവാക്യം മേ ശീഘ്രമേവ നിവേദയ. പ്രതിവാക്യം ച മറുപടി, എന്നോട് വേഗം വന്ന് പറയൂന്ന്. ഏവമാജ്ഞാപിതോ ധീമാൻ രാമേണ പവനാത്മജ പ്രവിവേശപുരീം ലങ്കാം പൂജ്യമാനോ നിശാചരൈ പ്രവിശ്യ രാവണഗൃഹം ശിംശപാമൂലമാശ്രിതാം ദദർശ ജാനകീം തത്ര കൃശാം ദീനം അനിന്ദിതാം രാക്ഷസീഭിഃ പരിവൃതാം ധ്യായന്തീം രാമമേവഹി. എന്താ ഇങ്ങനെ രാമനാൽ ആജ്ഞാപിക്കപ്പെട്ട ധീമാൻ പവനാൽ ബുദ്ധിമാനായിട്ടുള്ള വായുപുത്രൻ നിശാചരേഹി രാക്ഷസന്മാരാൽ പൂജിക്കപ്പെടുന്നവനായിട്ട് ലങ്കാപുരിയെ പ്രവിവേശ. ഇപ്പം രാക്ഷസന്മാർക്കൊക്കെ ബഹുമാനായി. കാരണം രാവണനെ കൊന്ന
ഇത്ര ശക്തിയുള്ള ആളല്ലേ. അപ്പോൾ വന്നപ്പോൾ അവരൊക്കെ നല്ലോണം ബഹുമാനിച്ചിട്ട് അവർ ബഹുമാനിച്ചു കൊണ്ട് തന്നെ അങ്ങനെ അവർ ബഹുമാനിക്കപ്പെട്ടുകൊണ്ട് അകത്ത് കടന്നു. ആര്? ഹനുമാൻ. രാവണഗൃഹം പ്രവേശ്യ, രാവണൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ച് ശിംശപാല മൂലം ആശ്രിതാം, ശിംശപാ വൃക്ഷത്തിൻ്റെ അടിയിലിരിക്കണ ദീനാം ദുഃഖത്തോടു കൂടിയും അനിന്ദിതാം, അതായത് അങ്ങേയറ്റം ബഹുമാനിക്കേണ്ട ഗുണങ്ങളോടുകൂടിയും രാക്ഷസികളാൽ പരിവൃത ചുറ്റപ്പെട്ടവളും ആയ രാമമേവ, രാമനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവളുമായ ജാനകി ദേവിയെ കണ്ടു. ദദർശ കണ്ടു. ശ്രീരാമചന്ദ്രൻ്റെ ഇപ്രകാരമുള്ള കൽപ്പന കേട്ടിട്ട് മഹാബുദ്ധിശാലിയായിട്ടുള്ള ഹനുമാൻ വേഗം ലങ്കാപുരിയിലേക്ക് കടന്നു. എന്നിട്ട് ഹനുമാൻ്റെ പരാക്രമത്തെയും ബുദ്ധിശക്തിയൊക്കെ മുമ്പെന്നെ നന്നായിട്ട് മനസ്സിലാക്കി ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ തന്നെ. അതുകൊണ്ട് രാക്ഷസന്മാരൊക്കെ ഹനുമാനെ വേണ്ട പോലെ ബഹുമാനിച്ചു. അങ്ങനെ അവരുടെ ബഹുമാനമൊക്കെ ഏറ്റുവാങ്ങി ഹനുമാൻ രാവണഗൃഹത്തിൽ പ്രവേശിച്ചു. ശിംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസികളാൽ ചുറ്റപ്പെട്ടും അതിഭയങ്കരമായ ദുഃഖത്തോടു കൂടിയും ശ്രീരാമചന്ദ്രനെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ മംഗളരൂപിണിയായിട്ടുള്ള സീതയെ കണ്ടു. ഏവമാജ്ഞാപിതോ ധീമാൻ രാമേണ പവനാത്മജ പ്രവേശപുരീം ലങ്കാം പൂജ്യമാനോ നിശാചരൈ പ്രവിശ്യ രാവണഗൃഹം ശിംശപാമൂലമാശ്രിതാം ദദർശ ജാനകിം തത്ര കൃശാം ദീനം അനിന്ദിതാം രാക്ഷസീഭിഃ പരിവൃതാം ധ്യായന്തീം രാമമേവഹി രാമനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സീതയെ കണ്ടു. വിനയാവനതോ ഭൂത്വാ പ്രണമ്യ പവനാത്മജ കൃതാഞ്ജലിപുടോ ഭൂത്വാ പ്രാഹോ ഭക്ത്യാഗ്രതസ്ഥിതഃ. വിനയാവനത ഭൂത്വ, വിനയം കൊണ്ട് തല നമിച്ചവനായി, തല കുനിച്ചവനായി, പവനാത്മജ മീൻസ് ഹനുമാൻ, പ്രണമ്യ നമസ്കരിച്ചിട്ട്, കൃതാഞ്ജലിപുട കൈ രണ്ടും കൂപ്പിയിട്ട്, ഭക്തിയോടെ, പ്രഹ്വ വളരെ താണ് വിനയത്തോടുകൂടി അഗ്രതസ്ഥിത മുമ്പിൽ നിന്നു. സീതയെ കണ്ട ഉടനെ ഹനുമാൻ വളരെ വിനയാന്വിതനായിട്ട് തല താഴ്ത്തി നമസ്കരിച്ച ശേഷം ശിരസ്സിൽ കൈ വെച്ച് തൊഴുതുകൊണ്ട്, രണ്ട് കൈയും കൂട്ടി ശിരസ്സിൽ വെച്ച് തൊഴുതുകൊണ്ട് ഭക്തി കൊണ്ട് വളരെ താഴ്മയോടുകൂടി സീതയുടെ മുമ്പിൽ നിന്നു. വിനയാവനതോ ഭൂത്വാ പ്രണമ്യ പവനാത്മജ കൃതാഞ്ജലി പുടോ ഭൂത്വാ പ്രഹ്വോ ഭക്ത്യാഗ്രതസ്ഥിത. തം ദൃഷ്ട്വാ ജാനകി തൂഷ്ണീം സ്ഥിത്വാ പൂർവസ്മൃതിം യയൗ ജ്ഞാത്വാ തം രാമദൂതം ഹർഷാൽ സൗമ്യമുഖി ബഭൗ. ജാനകി സീതാദേവി തം ദൃഷ്ട്വ, അതായത് ഹനുമാനെ കണ്ടിട്ട്, തൂഷ്ണീം സ്ഥിത, ഒന്നും പറയാതിരുന്നു. തൂഷ്ണീം സ്ഥിത എന്ന മൗനം പാലിച്ചുകൊണ്ട്, പൂർവസ്മരണയെ, മുമ്പ് ഹനുമാനെ കണ്ടതേ, യയൗ പ്രാപിച്ചു, ഹനുമാനെ കണ്ടത് ഓർമ്മിച്ചു. അവൾ തം അവനെ, രാമദൂതം ജ്ഞാത്വ, രാമൻ അയച്ച ദൂതനാണെന്ന് അറിഞ്ഞിട്ട്, ഹർഷാൽ സന്തോഷം കൊണ്ട്, സൗമ്യമുഖി ബഭൗ, മുഖം കിട നല്ലോണം സൗമ്യമായിട്ട് പ്രകാശിച്ചു എന്ന്. ജാനകി ഹനുമാനെ കണ്ട് ഒന്നും മിണ്ടാതിരുന്നു കുറച്ചു നേരം. എന്നിട്ടും ഇങ്ങനെ ആലോചിച്ചു, ആരാത്? മുമ്പൊരിക്കൽ വന്ന ആ രാമദൂതൻ തന്നെയാണെന്ന് ഓർമ്മ വന്നു. എന്നിട്ട് അന്ന് വന്നിരുന്ന ഈ ശ്രീരാമദൂതൻ ആണ് ഇന്ന് ആദ്യം എന്നെ കാണാൻ വന്നെന്ന് അറിഞ്ഞിട്ട് സന്തോഷം മുഖത്തിൽ ശരിക്കും കാണാം. അതുപോലെ സൗമ്യമായിട്ട് പ്രസന്നമുഖിയായി ഭവിച്ചു, അല്ലെങ്കിൽ പ്രസന്നമുഖിയായി, സന്തോഷമായി, സീതയുടെ മുഖം തെളിഞ്ഞു എന്നർത്ഥം. അപ്പോൾ തം ദൃഷ്ട്വാ ജാനകി തൂഷ്ണീം സ്ഥിത്വ, ആദ്യം പെട്ടെന്നൊന്ന് ഇതായി മിണ്ടാതിരുന്നു. എന്നിട്ട് പൂർവ്വസ്മൃതിം യയോ, അപ്പോൾ ഓർമ്മ വന്നു. ജ്ഞാത്വാ തം രാമദൂതനാണെന്ന് മനസ്സിലായിട്ട്, ഹർഷാൽ സൗമ്യമുഖി ബഭു, ആ ദുഃഖിച്ച മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. സതാം സൗമ്യമുഖിം ദൃഷ്ട്വാ തസ്യൈ പവനനന്ദന രാമസ്യ ഭാഷിതം സർവം ആഖ്യാതും ഉപചക്രമേ. പവനനന്ദന, അപ്പോൾ ഹനുമാൻ സൗമ്യമുഖിം, പ്രസന്നമായ മുഖത്തോട് കൂടിയ താം ദൃഷ്ട്വ, സീതയുടെ മുഖം സന്തോഷം കൊണ്ട് വികസിക്കുന്നത് കണ്ടിട്ടേ, രാമൻ്റെ ഭാഷിതം സർവം,
എല്ലാ വിവരങ്ങളും തസ്യേഹി അവളോട് ആഖ്യാനം ചെയ്തു വെച്ചാൽ വിസ്തരിച്ച് പറഞ്ഞു. ഉപക്രമിച്ച് പറയാൻ ഭാവിച്ചു. അതായത് സീതയുടെ മുഖപ്രസാദം കണ്ടറിഞ്ഞ് ഹനുമാൻ രാമൻ പറഞ്ഞയച്ചതിനെയെല്ലാം സീതയോട് പറയുവാൻ ആരംഭിച്ചു. സതാം സൗമ്യമുഖിം ദൃഷ്ട്വാ തസ്യൈ പവനനന്ദനഃ രാമസ്യ ഭാഷിതം സർവം ആഖ്യാതും ഉപചക്രമേച്ച തുടങ്ങിയെന്ന്. ദേവി രാമ സുഗ്രീവോ വിഭീഷണ സഹായവാൻ കുശലീ വാനരാണാം ച സൈന്യൈശ്ച സഹ ലക്ഷ്മണ രാവണം സസുതം ഹത്വാ സബലം സഹമന്ത്രിഭിः ത്വാമാഹ കുശലം രാമോ രാജ്യേ കൃത്വാ വിഭീഷണം. കൊന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്താ ദേവി അല്ലയോ ദേവി, സുഗ്രീവനോടും വിഭീഷണ സഹായത്തോടും സുഗ്രീവ സഹായത്തോടും വിഭീഷണ സഹായത്തോടും കൂടി രാമൻ കുശലി വളരെ സമർത്ഥനായിട്ടുള്ള വാനരന്മാരുടെ സൈന്യങ്ങളുടെ സഹായത്തോടും ലക്ഷ്മണോടും കൂടിയവനായിട്ട് സുതന്മാരോടു കൂടിയവനും സബലം സൈന്യത്തോടു കൂടിയവനും മന്ത്രികളോടു കൂടിയവനുമായ രാവണനെ ഹത്വ മീൻസ് നിഗ്രഹിച്ചിട്ട് വിഭീഷണനെ രാജ്യത്തിൽ നിശ്ചയിച്ചിട്ട്, അതായത് വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ത്വാം കുശലം നിന്തിരുവടിയോട് കുശലം പറഞ്ഞിരിക്കുന്നു. അതായത് ഈ കാര്യം സീതാദേവി അറിയിക്കാൻ എന്നെ അയച്ചതാണെന്ന് പറഞ്ഞു. എന്തൊക്കെ? ഹേ ദേവി, രാമനും സുഗ്രീവനും സഹായം ചെയ്ത വിഭീഷണനും ലക്ഷ്മണനും വാനര സൈന്യങ്ങൾക്കും കുശലം. അതായത് രാമനും സുഗ്രീവനും ആദ്യം അത് പറഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു. വാനര സൈന്യങ്ങളോടും ലക്ഷ്മണനോടും ചേർന്ന് രാമൻ രാവണനെയും അവൻ്റെ പുത്രന്മാരെയും മന്ത്രിമാരെയും സൈന്യത്തെയും എല്ലാവരെയും രാവണനടക്കം മക്കളടക്കം മന്ത്രിമാരടക്കം രാവണനെ സംഹരിച്ചു. അതിനുശേഷം വിഭീഷണനെ ലങ്കാരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ആ കാര്യം സീതാദേവി അറിയിക്കാനായിട്ട് രാമൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു. ദേവി രാമസസുഗ്രീവോ വിഭീഷണ സഹായവാൻ കുശലീ വാനരാണാം ച സൈന്യൈശ്ച സഹ ലക്ഷ്മണ രാവണം സസുതം ഹത്വാ സബലം സഹമന്ത്രിഭിः ത്വാമാഹ കുശലം രാമോ രാജ്യേ കൃത്വാ വിഭീഷണം. ഇനി 62 കൂടി വായിച്ച് നമുക്ക് നിർത്താം. ശ്രുത്വാ ഭർത്തുപ്രിയം വാക്യം ഹർഷഗദ്ഗദയാ ഗിര കിം തേ പ്രിയം കരോമ്യദ്യ ന പശ്യാമി ജഗത്രയേ സമം തേ പ്രിയവാക്യസ്യ രത്നാന്യാഭരണാനി ച. ഭർത്താവിൻ്റെ പ്രിയം വാക്യം ശ്രുത്വ, ഇത്ര സ്നേഹത്തോടുകൂടിയുള്ള വാക്യത്തെ ശ്രവിച്ചിട്ട് ഹർഷഗദ്ഗതയാകിര, സന്തോഷം കൊണ്ട് ഇടറിയ കണ്ഠത്തോടുകൂടി അദ്യ ഇപ്പോൾ തേ കിം പ്രിയം കരോമി, നിനക്കു ഞാൻ എന്തൊരിഷ്ടത്തെ ഞാൻ ചെയ്യട്ടെ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അത്ര സന്തോഷമായി. തേ പ്രിയവാക്യസ്യ സമം, നിന്റെ ഈ സന്തോഷം നൽകുന്ന വാക്കിന് തുല്യമായിട്ട് ജഗത്രയെ ഈ 3 ലോകത്തിൽ രത്നാനി ആഭരണാനി ച, രത്നങ്ങളെയും ആഭരണങ്ങളെയും ന പശ്യാമി, നീ എന്നോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞതിന് പകരമായിട്ട് എനിക്ക് തരാൻ ഈ ലോകത്തിൽ ഞാൻ ഒരു രത്നങ്ങളോ ആഭരണങ്ങളോ കാണില്ല എന്ന് തന്നെ പറയാം. അതായത് ഭർത്താവ് പറഞ്ഞയച്ച ആ വളരെ സന്തോഷമുള്ള വാക്യം കേട്ട സീത സന്തോഷാധിക്യം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് വാക്കുകൾ ഗദ്ഗത കണ്ഠയായിട്ട് ഹനുമാനോട് പറഞ്ഞു, ഞാനിപ്പോൾ നിനക്ക് എന്തൊരു സമ്മാനമാണ് തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ 3 ലോകത്തിലുമുള്ള ആഭരണങ്ങളും രത്നങ്ങളും മുഴുവൻ തന്നാലും നിൻ്റെ വാക്കിന് തുല്യമല്ല എന്ന് ഞാൻ എന്താ വിചാരിക്കണമെന്ന്. അത്രയ്ക്ക് സന്തോഷമുള്ളൊരു വർത്തമാനമാണ് നീ എന്നോട് പറഞ്ഞത്. അതിന് പകരം എനിക്ക് ഈ ലോകത്തിലത്തെ എല്ലാ രത്നങ്ങളും ആഭരണങ്ങളും തന്നാലും പകരാവില്ല. അതായത് എനിക്ക് ഇപ്പം നീ പറഞ്ഞ വാക്കുകൊണ്ട് ഉണ്ടായിട്ടുള്ള സന്തോഷത്തിന് പകരമായിട്ട് എന്തെങ്കിലും തരാൻ അപ്രകാരമുള്ള ഒരു സാധനം ഞാൻ ഈ 3 ലോകത്തിലും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 62 വായിച്ച ഇന്നിവിടെ നിർത്താം. ശ്രുത്വാ ഭർത്തു പ്രിയം വാക്യം ഹർഷഗദ്ഗതയാ ഗിര കിം തേ പ്രിയം കരോമ്യദ്യ ന പശ്യാമി ജഗത്രയേ സമം തേ പ്രിയവാക്യസ്യ രത്നാന്യാഭരണാനി ച.
നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ഭൗതിക വസ്തു കൊടുത്തിട്ട് അതിന് നമുക്ക് പകരം വീട്ടാനൊന്നും സാധിക്കില്ല പലപ്പോഴും, അല്ലേ? ആ ചെയ്ത ഉപകാരത്തിനും അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള സന്തോഷത്തിനും തുല്യമായിട്ട് ആ നമുക്ക് ചെയ്തു തന്ന ആൾക്ക് പലപ്പോഴും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ സീതയ്ക്ക് അത്ര സന്തോഷമായി. അതിന് പകരം തരാൻ എനിക്കൊന്നും ഞാൻ കാണുന്നില്ല ഈ 3 ലോകത്തിലും എന്ന് പറയാണ്. അങ്ങനെ അവിടെ പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.